ഹായ് ഹലോ നമസ്കാരം. റൂട്ട് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. ജനുവരി മാസമൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് തണുപ്പൊക്കെ കൊണ്ട് ഒന്ന് വൈബാക്കാം എന്നൊക്കെ ഒരു മോഹവുമായിട്ടാണ് കേട്ടോ നമ്മളിപ്പം കൊടൈക്കനാലിലേക്ക് പോകുന്നത്. പിന്നെ ഒരു കാര്യം, ക്ലൈമറ്റൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇന്നും നാളെയും ഒക്കെ ഇടയ്ക്ക് കൊടൈക്കനാലിൽ മഴയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതേ സമയത്ത് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ചൂടത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ നേരെ ഇപ്പം കൊടൈക്കനാലിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പളനിയിലേക്ക് വന്ന് പോയിട്ടാണ് നമ്മളിപ്പം പോരുന്നത്. പളനിയിൽ നിന്ന് നമ്മളിപ്പം പളനി കാഴ്ചകളൊക്കെ നമ്മൾ പല പ്രാവശ്യം കാണിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം പളനിയൊന്നും കാണിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇപ്പം പോകുന്നത് കൊടൈക്കനാലിലോട്ട് പോവുകയാണ്. ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റൂട്ടാണ് കേട്ടോ. രണ്ട് വശത്തും നല്ല രീതിയിൽ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. അപ്പം ഞാനിപ്പം ഇച്ചിരി സ്പീഡിലായിരിക്കും സംസാരിക്കുന്നത്, കാരണം ഞാനിപ്പം വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ലൈവായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ചിലപ്പം തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചെന്നൊക്കെ ഇരിക്കും. എന്തായാലും അതൊക്കെ ഒന്ന് ക്ഷമിച്ചൊക്കെ ലൈവായിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നാലും പിന്നെ കട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് പാടായിരിക്കുമല്ലോ. ലൈവായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങളങ്ങ് സംസാരിച്ച് പോകാമല്ലോ എന്നങ്ങ് വിചാരിച്ചു. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ഈ ഒരു വഴിയിൽ കൂടെ. അത് എനിക്ക് തോന്നുന്നത് നമ്മൾ കമ്പം തേനി നമ്മുടെ കുമളിയിൽ നിന്ന് വരുന്ന റൂട്ടിലാണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഇപ്പം പളനിയിൽ നിന്ന് കൊടൈക്കനാലിലോട്ടുള്ള ഈ ഒരു വഴിയാണെങ്കിലും കേട്ടോ അടിപൊളി വഴി തന്നെയാണ്. നല്ല രീതിയിൽ കൃഷിയിടങ്ങളും അതേപോലെ തന്നെ നല്ല തെങ്ങും തോപ്പുകളും വഴിയുടെ രണ്ട് സൈഡിലും ഇതേപോലെ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. നല്ല തെങ്ങും തോട്ടങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും തെങ്ങൊന്നുമില്ല. കേരം തെങ്ങും കേരളനാടെന്ന് പറച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പം. പക്ഷേ തെങ്ങൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ തന്നെ പറഞ്ഞു. അതുപോലെ പുളിയും ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് കൊടൈക്കനാലിൽ ആ കാട്ട് റോഡിലോട്ട് കയറുന്നോളം വരെയും ഇതേപോലെ തന്നെയായിരിക്കും. തെങ്ങും അതേപോലെ തന്നെ ഈ പുളിയൊക്കെ ആയിരിക്കാം. മഴയുടെയൊക്കെ രീതി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചെറുതായിട്ട് മഴയൊക്കെ ചാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈഡിലൊക്കെ ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ചാറിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ പോവുക, കൊടൈക്കനാലിലോട്ട് നേരത്തെ എന്നിട്ട് അവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ടല്ലോ. അപ്പം വർക്കും ഉണ്ട്. അപ്പം വർക്കിൻ്റെ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ നമ്മൾ ചാടിയതാണ് കേട്ടോ. എന്തായാലും നല്ല ഗ്രാമഭംഗിയാണ്. ഇത് നമ്മുടെ ചെക്ക് പോസ്റ്റായി. പാസ് വേണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അതെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. പാസ് വേണമായിരിക്കും. പാസ് എടുത്തിട്ടില്ല കേട്ടോ. ഇവർ ഇപ്പം നമ്മളോട് പറഞ്ഞ പാസ്സൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ തമിഴ്നാട്ടിലെ വണ്ടികളൊന്നും അവർ തടയുന്നൊന്നുമില്ല. നമ്മുടെ വണ്ടികൾ മാത്രമാണ്, കേരള വണ്ടികൾ അവർ തടയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് 200 രൂപ മേടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ പാസിൻ്റെ ഈ പാസ്സായിട്ടോ ഒരു കാര്യങ്ങളും നമ്മൾ തന്നിട്ടില്ല. ഞാനവിടെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല പൊക്കോളാനാണ് പറഞ്ഞത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് 200 രൂപയും കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഓട്ടെ, അവിടെ ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുമല്ലോ എന്നൊക്കെ അറിയാം. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇവർ അവിടെ നിന്ന് വിളിച്ച് പറയുന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഇവർ 200 രൂപ അടിച്ച് മാറ്റിയതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുവാണെങ്കിലും ഒക്കെ വേണമായിരിക്കാം. പക്ഷേ ചോദിച്ചൊന്നുമില്ല എങ്കിൽ ഇവർ 200 രൂപ മേടിച്ചതായിരിക്കാം. എന്തായാലും നമുക്ക് ആവശ്യക്കാരാണല്ലോ അല്ലേ. നമ്മളെന്തായാലും നേരെ മുന്നോട്ട് പോവുകയാണ്. ഇതേ കാട്ട് റോഡിലോട്ട് കയറുകയാണ്. നല്ല മനോഹരമായ കാഴ്ചകളിലോട്ടാണ് ഇനി കേട്ടോ പോകുന്നത്. നല്ല റോഡായാൽ മതിയായിരുന്നു, അത് തന്നെ വലിയൊരു കാര്യം. മേളിൽ നല്ല കോടയുണ്ട് കേട്ടോ. അയ്യോ, അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എങ്ങനെ ആവും. നല്ല രസമുണ്ട് കേട്ടോ. ആ ഒരു പാറയൊക്കെ നല്ല അമ്പലത്തിൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് രണ്ട് സൈഡിലും ഉണ്ട്. ആ ഒരു സൈഡിലെ തെങ്ങുംതോട്ടം ഇങ്ങനെ, തെങ്ങുംതോട്ടത്തിൻ്റെ മേളിൽ കൂടെ നമ്മളിങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫസ്റ്റ് ഹെയർ പിന്നിലോട്ട് നമ്മൾ കയറിയിരിക്കുന്നു. വളരെ മനോഹരമായി ഇനി നമ്മൾ ഘാട്ട് റോഡിൽ കൂടെയാണ് പോകുന്നത്. അടുത്ത ഹെയർ പിന്നാണ്. ഇവിടെയൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇതേ ആൾക്കാർ ഇവിടെയൊക്കെ നിന്ന് എടുക്കുന്നുണ്ട്. നമുക്ക് പറ്റിയ കുറച്ചും കൂടെ മുന്നോട്ട് കയറി നിൽക്കുമ്പോഴത്തേക്ക് നല്ല വ്യൂ കാണും താഴെ ഭാഗത്തുള്ള. അപ്പം നമുക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് എടുക്കാം. കോടയൊന്നും വന്ന് ഇതാകാതിരുന്നാൽ മതിയായിരുന്നു.
നല്ല മഴക്കാറും കാണുന്നുണ്ട് കേട്ടോ, ക്ലൈമറ്റിനകത്ത് അത് ഗൂഗിളിന് അതേ നല്ല രസം കേട്ടോ. ഉണ്ടോ നോക്കിയേ. നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് കയറി ഇന്ന് കാണാമെന്നുള്ള ഒരു കാര്യത്തിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. മേളിലോട്ടൊക്കെ നല്ല രീതിയിൽ കോടയൊക്കെ ഉണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. കോട ഇപ്പം തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് ഗോപ്രോയിൽ അത് എന്തുമാത്രം കിട്ടുന്നുണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ കോട ഓരോ സൈഡിൽ ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. ഇപ്പം തന്നെ കോട പല സ്ഥലങ്ങളിലോട്ട് കയറി വരുന്നുണ്ട്. നമ്മളെ ക്യാമറയിൽ അത് കാണാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. പക്ഷേ കോടയൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് ആ മേളത്തെ എല്ലാം കാണാൻ പറ്റുന്നില്ല. എന്തായാലും നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളാണ്. അവിടെ ഒരു തടാകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് എത്തി വരുന്ന നോക്കിയപ്പോഴത്തേക്ക് കാണാൻ പറ്റും കേട്ടോ. മേളിലൊക്കെ നല്ല രീതിയിൽ കോടയാണ്. ദേ കണ്ടോ, ഫുൾ കോടയാകാൻ തുടങ്ങി മക്കളെ. വഴിയിലോട്ടൊക്കെ മുന്നോട്ടുള്ള കാഴ്ചകൾ എന്തുമാത്രം നമുക്ക് കിട്ടുമെന്നുള്ളത് പറയാൻ പറ്റില്ല. അതിപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഇതേപോലെ കോടമഞ്ഞ് കൂടെ പോകുന്നതൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ അല്ലേ. പേര് തന്നെ കൊടൈക്കനാലിനാണല്ലോ, കുടയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ പിന്നെ അത് തന്നെ നമുക്ക് കൊടൈക്കനാലിൽ വന്നിട്ട് കോട കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാഴ്ചകൾ കിട്ടുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യം. അതല്ല, കോട കിട്ടി നമുക്ക് ആ കോട ആസ്വദിക്കാൻ പറ്റിയാലും നല്ല രീതി നല്ല തണുപ്പൊക്കെ അടിച്ചു കയറി വരുന്നുണ്ട്. നമ്മളത് ആഘോഷിക്കാനും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാനുമാണ് വന്നത്. ആൾക്കാരെ ആരെയും കാണുന്നില്ലല്ലോ, എല്ലാവരും വിട്ടു കയറി നേരെ പോയെന്ന് തോന്നല്ലേ. കോടയാണ് കേട്ടോ, പല സ്ഥലത്തും കോട കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കോടയാണെന്ന് പറയുന്നില്ല. ശരിക്കും ഞങ്ങൾ ആ ഒരു തണുപ്പ് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. നാട്ടിൽ ഭയങ്കര ചൂടാണ്. അപ്പം ഇടയ്ക്ക് ഇങ്ങനെയാണ് നമ്മൾ നാട്ടിൽ ചൂട് കൂടുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ മൂന്നാറോ അല്ലെങ്കിൽ കൊടൈക്കനാലോ ഒക്കെ വരും. മക്കളെ ഫുള്ള് കോട, ഒന്നും കാണാൻ പറ്റുന്നില്ല. പൊളി മൂടാണേ ഫുള്ള് കേട്ടോ. ശരിക്കും നമുക്ക് ഇച്ചിരി ലോങ് വ്യൂ ഒന്നും കിട്ടുന്നേ ഇല്ല. നമ്മുടെ ക്യാമറയിൽ അത് എന്തുമാത്രം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതേപോലെ നല്ല കോടയിലാണ്. ചില ഭാഗങ്ങളാണ് നമുക്ക് മുന്നോട്ടൊരു കുറേ ഡിസ്റ്റൻസിലൊന്നും കാണാൻ പറ്റുന്നേ ഇല്ല. അപ്പുറത്തെ വശങ്ങളൊന്നും കാണാൻ പറ്റുന്നേ ഇല്ല കേട്ടോ. ഉണ്ടോ, ഒരു 200 മീറ്ററിനും അപ്പുറത്തോടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. നല്ല വിഷ്വൽ. എന്തായാലും എനിക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ അതാ അങ്ങ് മന്നവന്നൂരൊന്നും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിയിൽ ഇതേപോലെ വൈബടിച്ച് ഇങ്ങനെ പോകണം. നല്ല തണുപ്പത്ത് എന്തായാലും പൊളി മൂടായി, അടിപൊളി. മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും നല്ല കോടയായിരിക്കും. ആൾക്കാരൊക്കെ തണുപ്പടിച്ച് കോടയൊക്കെ വൈബാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പോകുന്നത് പളനി കൊടൈക്കനാൽ ഘാട്ട് റോഡാണ്. അതിനകത്ത് പെരുമാൾ മല എന്ന് പറഞ്ഞ മലയാണ് ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പല സ്ഥലത്തും ഓർക്കും ക്യാമറ ഓഫ് ചെയ്യാമെന്ന്. പക്ഷേ ക്യാമറ ഓഫ് ചെയ്ത് കുറച്ച് നിന്ന് കഴിയുമ്പോഴത്തേക്ക് ഫുൾ കോടയാകും. നമ്മൾ ഈ കോട എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ വരുന്നത്. ഈ കോട നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് യാത്ര ചെയ്യണമല്ലോ. അതാണ് വണ്ടി വരുന്നത്, സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യാനാണല്ലോ വന്നതല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ക്യാമറ ഓഫ് ചെയ്യാനേ തോന്നുന്നില്ല. ചിലപ്പോൾ നമ്മൾ 10 മിനിറ്റ് 15 മിനിറ്റ് എന്നുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം മാറും. ഈ പ്രാവശ്യം ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ ഇച്ചിരി കൂടി എന്നൊക്കെ ഇരിക്കും കേട്ടോ.
അപ്പോൾ നമ്മളെന്തായാലും മുന്നോട്ട് പോവുകയാണ്. കണ്ടോ, വേസ്റ്റാണ് എല്ലാ സ്ഥലങ്ങളിലും. ആൾക്കാർ നിർത്തി കഴിഞ്ഞാൽ അവിടെ എല്ലാം വേസ്റ്റായിരിക്കും. അതൊന്നും ആൾക്കാരുടെ ആ മനോഭാവം ഒന്നും മാറണം. നമ്മൾ കാഴ്ചകൾ കാണുകയാണെങ്കിൽ കണ്ടിട്ട് പോവുക. അവിടെ വൃത്തികേടാകാതിരിക്കാൻ നമ്മൾ മാക്സിമം നമ്മൾ ശ്രമിക്കുക, വൃത്തികേടാക്കരുത്. അപ്പം നമ്മൾ മൂന്നാറിലെ കാര്യമാണല്ലോ പറഞ്ഞു തന്നാലേ. അപ്പം മൂന്നാറിലൊക്കെ ഞാൻ നമ്മൾ വെളുപ്പിനെയൊക്കെ പോകുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് കോടയ്ക്കകത്തൂടെ. പക്ഷേ നമ്മൾ ബൈക്കുമായിട്ട് ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു കോട കിട്ടണമെന്നുള്ളത്. പക്ഷെ അന്ന് കോടയെ കിട്ടിയില്ല. പക്ഷെ അതിൻ്റെ എല്ലാത്തിൻ്റെയും കേട്ടോ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൊടൈക്കനാലിൽ പേര് പോലെ തന്നെ ഫുൾ കോടയാണ്. ഞാൻ എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ഇറങ്ങി എവിടെ പോയി കാണാനും നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ല. ഈ വണ്ടിയിൽ ഇങ്ങനെ ഈ കോടയൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് നമ്മളങ്ങ് പോവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഇന്നത്തെ രീതി. മുന്നോട്ടൊന്നും കാണാമല്ല, ഹോൺ അടിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ. കാരണം അതുകൊണ്ടാണ് ഹോൺ അടിക്കുന്നത്. എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊരു 100 മീറ്റർ അപ്പുറം ഒന്നും കാണാൻ മേലാത്ത അവസ്ഥയിലാണ്. അവിടെ നിന്ന് എന്തെങ്കിലും വണ്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അത്രയും ഒരു മഞ്ഞിൻ്റെ കാഠിന്യം നമ്മുടെ ഗോപ്രോയിലേക്കതോടെ അത്രയും തെളിഞ്ഞ് കാണുന്നില്ല. പക്ഷെ നമുക്ക് സത്യമായിട്ടും അങ്ങോട്ടേക്ക് മുന്നോട്ട് ഒരു കാഴ്ചയും കാണാൻ മേലാത്ത അവസ്ഥയാണ്. നമ്മൾ ഇതിനു മുന്നേ പല പ്രാവശ്യം കൊടൈക്കനാലൊക്കെ വന്നതാണെങ്കിലും നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയൊരു മഞ്ഞൊക്കെ തണുപ്പൊക്കെ ഏറ്റ് നമുക്ക് ഇതിലും വഴി ഒരു ഡ്രൈവാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡ്രൈവ് നമുക്ക് മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടുന്ന ഇതാണ്. ആ ഒരു മനസ്സിനൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു ട്രിപ്പിന് വെച്ചത്. അത് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ആനയെ കാട്ടുപോത്ത് നിന്ന പോലും കാണാൻ പറ്റത്തില്ല കേട്ടോ, അതേപോലെ കോടയാണ്. അപ്പുറത്ത് ഏതെങ്കിലും വണ്ടി വരുമ്പോൾ ഓൺ അടിക്കുന്നത് മാത്രം നമുക്ക് മനസ്സിലാകുന്നുള്ളൂ. അല്ലാതെ ആൾക്കാരെല്ലാം വഴി പോകുന്നുണ്ടോന്നോ കാട്ടുപോത്തുണ്ടോന്നോ ആന ഉണ്ടോന്നോ ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അതേപോലെ കോടയാണ്. ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. അപ്പം ക്ലൈമറ്റ് പറഞ്ഞ പോലെ തന്നെ മഴയായിരിക്കുമോ ആവും. മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടോ, വണ്ടികളൊക്കെ ഇങ്ങനെ സ്പീഡിൽ പോകാൻ മേലെ എല്ലാ വണ്ടികളും പതുക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 100 മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ ഇട്ടിട്ടാണ് വണ്ടികൾ പോയിക്കൊണ്ടിരുന്നത്. 100 മീറ്റർ ഇല്ല, ഒരു 50 മീറ്ററൊക്കെ ഡിസ്റ്റൻസിലൊക്കെ ഇട്ടിട്ടായിരിക്കും വണ്ടി പോകുന്നത്. എല്ലാ വണ്ടിയും അങ്ങനെ നേരെ ഉണ്ട്. പളനിയിൽ നിന്ന് ഈ റൂട്ടിൽ കൂടെ കൊടൈക്കനാൽ വരെ 65 കിലോമീറ്ററാണ് കേട്ടോ ഉള്ളത്. ഒരു 2 മണിക്കൂറിനടുത്തൊക്കെ മതി. പക്ഷേ ഈ സാഹചര്യത്തിൽ 2 മണിക്കൂറൊന്നും പോരാ. നമ്മൾ മാക്സിമം പതുക്കെയൊക്കെയാണ് പോകുന്നത്, മുന്നുള്ള കാഴ്ചകളൊന്നും കാണാൻ മേലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഒക്കെ മതി നല്ല രീതിയിൽ പോകാനാണ് എങ്കിൽ. പക്ഷേ നമുക്ക് ഈ വഴി കൂടെ പോകുമ്പോൾ നമ്മൾ എന്തായാലും 2 മണിക്കൂറൊന്നും അതിൽ കൂടുതൽ സമയമൊക്കെ എടുക്കും. കാരണം ഇപ്പം കോടയുള്ളത് കൊണ്ട് നമുക്ക് പതുക്കെ വണ്ടി പോകാൻ പറ്റത്തുള്ളൂ. അതല്ല നമ്മൾ കോടയൊന്നും ഇല്ല, നല്ല വിഷ്വലി നല്ല ക്ലിയർ ആയിട്ടാണ് പോകുന്നതെങ്കിൽ പോലും നമ്മൾ പല സ്ഥലങ്ങളിലും നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിക്ക് നിർത്തിയാണ് പോകുന്നത്. നല്ല തണുപ്പുമുണ്ട്. ഇവിടെ നല്ല തിരക്കാണ്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ചായയോ കാപ്പിയോ കുടിക്കാമായിരുന്നു. മാത്രമല്ല മഴ ചാർന്നുമുണ്ട് ചെറുതായിട്ട്. അപ്പുറം എന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. ഫ്രണ്ടിലെ വണ്ടികളൊക്കെ ഇപ്പോൾ മാറി, കുറച്ച് വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ശരിക്കും കേട്ടോ, നമ്മൾ ഈ ഒരു സമയത്ത് കൊടൈക്കനാലിലാണ് വരേണ്ടത്. എനിക്ക് തോന്നുന്ന മൂന്നാറിൽ ഇപ്പം മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. അതിരാവിലെ ചെന്നാൽ അത് എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റണമെന്നൊന്നുമില്ല. കാരണം
നമ്മുടെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു എല്ലായിടത്തും ഒന്നും അവിടെ മൂന്നാറിൽ അങ്ങനെ വീഴ്ചയൊന്നുമില്ല, നോർമൽ ടെമ്പറേച്ചറൊക്കെ തന്നെയാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ലക്ഷ്മി എസ്റ്റേറ്റ് അതേപോലെ തന്നെ അങ്ങനെ ചില സ്ഥലങ്ങളിൽ വണ്ടി അങ്ങനെ നോക്കി പോകണം കേട്ടോ. കാരണം ഒന്നാമത് ഡ്രൈവർമാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം മൂന്നാറിലെ എല്ലാ ഭാഗങ്ങളിലൊന്നും അങ്ങനെ 0 ടെമ്പറേച്ചറൊന്നും അല്ല, ചില സ്ഥലങ്ങളിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എല്ലായിടത്തും ഒന്നും കയറാൻ പറ്റത്തില്ല, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അപ്പം ഇനി അവിടെ പോകേണ്ടവർക്ക് അവിടെ പോകാം. അതല്ല എങ്കിൽ ഇങ്ങോട്ടേക്ക് പോര്, അടിപൊളിയാണ്. നമുക്ക് കോടമഞ്ഞ് ഇത് തന്നെ നമുക്ക് ഇത് തന്നെ നമുക്ക് കിട്ടിയാൽ പോരെ. പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ആ ഒരു സംഭവം. കൊടൈക്കനാലിൽ കോടമഞ്ഞിലുള്ള ഒരു ഭംഗിയുണ്ടല്ലോ, അത് വേറെ ലെവലാണ് കേട്ടോ. അടിപൊളി നല്ലൊരു സ്ഥലമാണ് കേട്ടോ. 2 വശത്തും പൈൻ ആ ഒരു മരക്കാടുകളാണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോകാം. നമുക്ക് എന്തായാലും ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊരു ചായക്കടയുണ്ട്, ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ചായ കുടിക്കാം. ഇവിടെ നിർത്തണോ? വേണ്ട, നല്ല കാളക്കുട്ടൻ. ശരിക്കും കുറേ ആഗ്രഹിച്ചായിരുന്നു കേട്ടോ ഞാൻ. കുറേ ആഗ്രഹിച്ചു. നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല. അത് കാരണം ഞാൻ കുറേ ആഗ്രഹിച്ചു നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഒരു ആംബിയൻസിൽ പോകണമെന്നുള്ളത്. അത് നമുക്ക് കിട്ടി. ശരിക്കും ഞാൻ കുറേ ആഗ്രഹിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. കുറേ നമ്മൾ വർക്കിൻ്റെയൊക്കെ തലവേദന എടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചെറിയൊരു യാത്രയൊക്കെ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ്. ഞാൻ പറയുന്നില്ല, ഒരു 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 സ്ഥലത്ത് 1.5 വർഷം ഞാൻ കുറേ അനുഭവിച്ചു. അപ്പോൾ എന്തായാലും അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടി ഇപ്പോൾ ഒരു യാത്ര നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ. ശരിക്കും നമ്മൾ ജോലി ചെയ്യുക, വീട്ടിൽ വന്ന് കിടക്കുക എന്ന് മാത്രമുള്ള ഒരു രീതി ഉണ്ടല്ലോ. പൈസ കുറേ സമ്പാദിച്ച് കൂടിയിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് മനസ്സ് റിലാക്സ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പാടാവും. നമ്മൾ ജോലി ചെയ്യുക, തിരിച്ച് വീട്ടിൽ വരിക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, പിറ്റേ ദിവസം രാവിലെ ജോലിക്ക് പോവുക, അതേപോലെ തന്നെ വർക്ക് ചെയ്യുക, ടെൻഷൻ അടിക്കുക, തിരിച്ചു വരിക, ഇത് മാത്രമല്ലല്ലോ നമ്മുടെ ലൈഫ്. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു അടുത്ത ചായക്കടയൊക്കെ ഉണ്ട്. അപ്പം അതിനോട് ഞാൻ ചേർന്ന് തന്നെ ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. കോട ആയതുകൊണ്ട് നമുക്കൊന്നും കാണാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എന്തായാലും നല്ലൊരു ഫീലാണ്. ചെറിയൊരു വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മഴ പെയ്തതിൻ്റെയാണ് ആ ഫീല്. നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസിലൊക്കെ നമുക്കിവിടെ കിട്ടും. വഴിയോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. ഒത്തിരി ദൂരോട്ടോ ഒന്നും മാറിപ്പോണ്ട, ഇറങ്ങിപ്പോകണ്ട. അങ്ങനെ നമ്മൾ വരുന്ന വഴിയുടെ അടുത്ത് തന്നെയാണ്. നമ്മൾ കൊടൈക്കനാൽ വരുന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടു. അവിടെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചായയൊക്കെ കുടിക്കാം. ചായ കുടിക്കാനുള്ള ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ചെറിയൊരു അരുവി കേട്ടോ. വളരെ മനോഹരമായിട്ടൊരു കാര്യമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അങ്ങോട്ടേക്ക് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടേ വെള്ളം ഇങ്ങനെ വന്ന് ഇവിടെ നമുക്കൊരു ചെറിയൊരു ചാല് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചാലിൻ്റെ മേളിൽ കൂടെ വെള്ളം വരുന്നത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ വെള്ളമില്ലാത്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ലൊരു ആംബിയൻസ്, നല്ലൊരു കോടമഞ്ഞും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ആംബിയൻസ്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ ഇറങ്ങി നോക്കാം. അവിടെ എന്തോ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ശല്യഭാഗത്ത രീതിയിൽ നമുക്ക് പോകാം. ഇപ്പം നമ്മൾ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിൽ കൂടെ, അപ്പുറത്തെ ക്ഷേത്രത്തിൻ്റെ ഭാഗം കൂടെയാണ്. അപ്പുറത്തെ സൈഡിൽ കൂടെ വരാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പോൾ ഈ സൈഡിൽ കൂടെ വന്നു. അവിടെ കുറേ ശിവലിംഗവും കുറച്ച് വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് കയറി പോകുന്നില്ല. ഇതിലമ്പഴി മേലോട്ടൊക്കെ കയറി പോകുന്നു. പക്ഷേ മൊത്തം മഴ പെയ്തിട്ടേ വഴുവഴുക്കായിട്ട് കിടക്കുവാന്ന് തോന്നുന്നു. അങ്ങോട്ട് നമ്മൾ കയറി റിസ്ക് ആകുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ ഒരു ചായ കുടിച്ചത്. നല്ല അടിപൊളി ചായ ആയിരുന്നു, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളിത് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്.
ഇതിപ്പോൾ നമ്മൾ വരുന്ന വഴിക്കുള്ള ആ ഒരു ചെറിയൊരു ടൗണാണ്. ബൈക്കിലൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ഏർക്കാട് പോയപ്പോൾ ബൈക്കിൻ്റെ കാര്യം കുറേ പറഞ്ഞപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ പറഞ്ഞു എന്നാൽ പിന്നെ ബൈക്ക് ആൾക്കാർ മാത്രം കണ്ടാൽ പോരേ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ല, ബൈക്കിൽ പോകുമ്പോൾ ആ ഒരു ഫീലുണ്ടല്ലോ, ആ ഫീലാണ് ഞാൻ എടുത്തു പറഞ്ഞത്. പക്ഷെ അത് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചു. എന്തായാലും കാറേ പോകുന്നു നല്ല കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ വരുന്ന വഴിക്ക് കൊടൈക്കനാലോട്ട് വരുന്ന വഴിക്കുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഇവിടെ ഒന്നും നിർത്തുന്നൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും കാണുന്ന കാര്യങ്ങളാണല്ലോ. മഴ നല്ല രീതിയിൽ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയാണോ അതോ മഞ്ഞുതുള്ളികളാണോ ആവോ? ഇപ്പം നമ്മൾ കൊടൈക്കനാൽ ടൗണിലെടുത്തോ കയറിയതൊന്നും നമ്മളിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. കൊടൈക്കനാൽ ടൗണിലെ കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല. അവിടെ നമ്മളിപ്പം പൂമ്പാറയ്ക്ക് പോരുന്ന റൂട്ടിലേക്കുള്ള വിഷ്വലാണ് എടുക്കുന്നത്. നല്ല മഴയൊക്കെ ഉണ്ട്. നമ്മൾ ഇത്രയും മഴയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. പക്ഷെ നല്ല മഴയായിരുന്നു. ശരിക്കും നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ വരുന്ന വഴിയെല്ലാം. കൊടൈക്കനാൽ ടൗണെല്ലാം ഭയങ്കര ബ്ലോക്കായിരുന്നു. ഞാൻ ശരിക്കും മടുത്തുപോയി ചവിട്ടി. ഇപ്പം മഴയാണ് കേട്ടോ ഇന്നത്തെ. നമുക്ക് ഇവിടെ എങ്ങും ഇറങ്ങാൻ പറ്റുന്നില്ല. വണ്ടി ഇരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ഈ സമയത്ത് ഇതേപോലെ മഴ പെയ്യുമോ എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം. എന്തായാലും ബ്ലോക്ക് ഇപ്പം ഇല്ല, അത് തന്നെ വലിയൊരു കാര്യം. മറ്റേ പില്ലർ റോക്കിൻ്റെ ഒക്കെ പോകുന്ന അങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. സാധാരണ ആൾക്കാർ പോകുന്ന ഗുണാക്കേവിൻ്റെ ഭാഗങ്ങളൊക്കെ. പിന്നെ എനിക്ക് ഗുണാക്കേവിൻ്റെ ഭാഗങ്ങളോട്ടൊക്കെ പോകുന്ന അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കുള്ള എടുക്കാതിരുന്നത്. നമ്മൾ ആ പൂമ്പാറ ഭാഗത്തോട്ടൊക്കെ എടുത്തിട്ട് ഒന്ന് മന്നവന്നൂരൊക്കെ പോയിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ സ്റ്റേ എടുത്തിട്ട് നാളെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അടുത്ത ബ്ലോക്കാണ് എൻ്റെ പൊന്നെ. ഇന്ന് മൊത്തം ബ്ലോക്കിൽ പെട്ട് പോകുമല്ലോ. ഇവിടുത്തെ പൈൻ വാലിയൊക്കെ കേട്ടോ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ചെറിയൊരു ബിൽഡിങ് നല്ല രസമുണ്ടല്ലേ. ഹലോ ഗൈസ്, ഇത് കണ്ടോ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ക്യൂ ആണ്. ഇപ്പം പൂമ്പാറ വഴിയാണ്, ഇങ്ങനെ ബ്ലോക്കാണ്. ഇവിടെ തന്നെ ബാക്കിലും കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒന്ന് ഇറങ്ങി ഞാൻ ഉദ്ദേശിക്കുന്ന പൂമ്പാറ ഭാഗത്തോട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും അങ്ങ് ബാക്കിൽ കിടക്കുന്ന വണ്ടിയിലൊക്കെ വന്നവരാണ് കേട്ടോ. അവർ നടന്ന് ഇറങ്ങി പോകുന്നതാണ്. അപ്പം ഞാൻ ആ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എനിക്കങ്ങനെ ഇറങ്ങിപ്പോയിട്ട് വിഷ്വൽ എടുക്കാൻ പറ്റുന്നില്ല. കാരണം ബ്ലോക്ക് ആയതുകൊണ്ടേ നമ്മൾ ഇറങ്ങുന്ന സമയത്തായിരിക്കും വണ്ടി മുന്നോട്ട് എടുക്കുന്നത്. അതുകൊണ്ട് വണ്ടിയെ ഇറങ്ങാൻ മേലാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്ന് മൊത്തവും കൊടൈക്കനാലിൽ വണ്ടിയിലിരുന്ന് കാഴ്ചകൾ കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ പളനി വ്യൂ പോയിൻ്റ് ഉള്ളതാണ്. പക്ഷെ ഇവിടെ നിർത്തുന്നില്ല, വണ്ടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാലെ ഇത് നമ്മൾ പൂമ്പാറിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഹോട്ടലും റെസ്റ്റോറൻ്റൊക്കെ ഉള്ള സ്ഥലമാണ്. പൂമ്പാറ ഗ്രാമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെ ഈ പഴനി കുന്നുകളിലാണ് 6300 അടി ഉയരത്തിലാണ് പൂമ്പാറ എന്ന ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. വിശാലമായ നല്ല കാഴ്ചയാണ്. അതേപോലെ തന്നെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ നല്ല ടെറസ് ഫാമിംഗ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഗ്രാമമാണ്. നല്ല തണുത്ത കാറ്റും അതേപോലെ തന്നെ തണുത്തൊരു ക്ലൈമറ്റാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത്. ഇന്നിപ്പം നല്ല കോടയാണ്. പൂമ്പാറയിലേക്കുള്ള ഒരു ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കാനാവാത്ത ഒരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾക്കിപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നല്ല പതുക്കെയാണല്ലോ വണ്ടി ഓടിക്കാൻ പറ്റിയത്. പിന്നെ ചില സ്ഥലങ്ങളിൽ നമുക്ക് മഴയായതുകൊണ്ട് വലിയ കോട ആ ഭാഗത്തില്ലാത്ത നമ്മൾ വന്ന വഴിക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നു. ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ നല്ല കോടയും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ടെറസ് ഫാമിംഗ് ഒക്കെ നല്ലൊരു വ്യൂ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. പക്ഷേ ഈ ഒരു കോടയോ അല്ലെങ്കിൽ മഴയൊന്നും ഇല്ലാത്തൊരു ടൈമിലാണ് വരുന്നതെങ്കിൽ ടെറസ് ഫാമിംഗ് ഒക്കെ കാണാൻ നല്ല രസമാണ്, നല്ല വ്യൂ ആണ്. അത്രയും മനോഹരമായിട്ട് കൊടൈക്കനാലിലെ ശരിക്കും ഈ ഒരു ടൗൺ വ്യൂ ഒന്നും കാണാതെ നമ്മൾ ഈ ഒരു ഗ്രാമങ്ങളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് മുന്നോട്ടുള്ള ഗ്രാമങ്ങളൊക്കെ നല്ല അടിപൊളി ഗ്രാമങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ക്ലൈമറ്റ് എല്ലാം നല്ല തെളിഞ്ഞ കാലാവസ്ഥയിലൊക്കെ
പൂമ്പാറ, മന്നവന്നൂർ, ക്ലാവര, അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളുണ്ട്. കൂക്കൽ എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അങ്ങോട്ടേക്കൊക്കെ വരിക. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ശരിക്കും പോകാനൊന്നും തോന്നത്തൊന്നുമില്ല. ഇവിടെ ഏകദേശം ഒരു 5000 താഴെ ജനസംഖ്യയൊക്കെ ഉള്ളൂ ഈ പൂമ്പാറ ഗ്രാമത്തിലുള്ളൂ. അവരുടെ പ്രധാന വരുമാനവും കൃഷിയൊക്കെയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലം വിടാനേ നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റുള്ളൊരു സ്ഥലമാണ്. നല്ല കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മളിവിടുന്ന് വിട്ടു പോകത്തില്ല. അത്രയും മനോഹരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊടൈക്കനാൽ ആ ഒരു ടൗൺ ഏരിയക്കാലും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാമങ്ങളിലോട്ടൊക്കെ വരിക എന്ന് പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യും, നമ്മൾ പൂമ്പാറ എത്തി കേട്ടോ. പൂമ്പാറ ആ ഒരു മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. മാർക്കറ്റല്ല, പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് വന്നിരിക്കുകയാണ്. തിരക്കാണ് കേട്ടോ. ഇവിടെ ഇടയില്ല വഴിക്കൊന്നും. എല്ലായിടത്തും വണ്ടിയൊക്കെ നല്ല രീതിയിൽ ഇതൊക്കെ ചെയ്തിരിക്കുകയാണ്. നമ്മളെന്തായാലും ഇവിടുന്ന് പോവുകയാണ്. വേറെ ഇറങ്ങാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വണ്ടി ഇടണ്ട, മുന്നോട്ട് കയറിക്കോ, നല്ല തിരക്കാണെന്ന് പറഞ്ഞു. നമ്മൾ വണ്ടി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം നല്ല രസമുണ്ടല്ലേ, നല്ല ആ ഒരു മഴയൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ഇവിടെ ഇറങ്ങി ഇതെല്ലാം കാണാമായിരുന്നു. അതായിരുന്നു വലിയൊരു കാര്യം. പഴയ കുറേ കെട്ടിടങ്ങളും നല്ല ആ ഒരു തമിഴ് ടച്ചിലുള്ള കുറേ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങോട്ട് പോകുന്നത് നഷ്ടമായില്ല. നമുക്ക് പൂമ്പാറ ആ ഒരു ഗ്രാമം കാണാൻ പറ്റി. ഇതാണ് കേട്ടോ നമ്മുടെ പൂമ്പാറ, അവിടുത്തെ ആ ക്ഷേത്രം. അവിടുത്തെ ഫ്രണ്ടിലെ എന്തൊക്കെയോ പണികൾ നടക്കുകയാണ്. അതാണ് അങ്ങോട്ട് വണ്ടി വിടാത്തത്. ഇവിടുന്ന് നമ്മൾ തിരിച്ചു പൊക്കോളാനാണ് പറഞ്ഞത്. കുറേ വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. തിരക്കാണ്. വഴി ഒന്നാമത് വണ്ടി ഒതുക്കാനുള്ള ഇടയില്ല. ഇവിടെ തിരക്കുമാണ്. നല്ല രസമുണ്ട്. ഇറങ്ങാതിരിക്കാനും പറ്റില്ല. ഞാൻ മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിക്കാനും ഉള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ ഇറങ്ങിയിട്ടൊന്ന് വിഷ്വൽ എടുക്കണമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. നല്ല തിരക്കാണ് കേട്ടോ. ഒന്ന് വണ്ടി ഒതുക്കിയിട്ട് ഒന്ന് പോയി എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വണ്ടിയാണ്, പിന്നെ സൈഡില്ല. നല്ല ഭംഗിയാണ്. തെളിഞ്ഞൊരു കാലാവസ്ഥയിൽ ഇവിടെ വരണം. പൂമ്പാറയിൽ നിന്ന് നമ്മൾ തിരിച്ച് കയറുകയാണ്. നല്ല രസമുള്ള ഒരു ഗ്രാമമാണ്. ചെറിയ ചെറിയ വീടുകളും ടെറസ് ഫാമിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ് പൂമ്പാറ. ഇനി മന്നവന്നൂരിലേക്ക് പോകുന്നില്ല, കാരണം അങ്ങോട്ടേക്ക് നിര ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. നമ്മൾ നേരെ തിരിച്ച് ഇന്ന് കൊടൈക്കനാലിൽ ടൗണിൽ റൂം എടുത്തിട്ടുണ്ട്. അവിടെ താമസിച്ചിട്ട് നാളെ രാവിലത്തെ അവസ്ഥ നോക്കിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ മന്നവന്നൂർക്ക് വരും, അല്ല എങ്കിൽ നമ്മൾ തിരിച്ചു പോകും. കാരണം നാളെ മഴയും ഇതേപോലെ ബ്ലോക്കും ആണെങ്കിൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നാളത്തെ കാഴ്ചകളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പിറ്റേ ദിവസമായി കൊടൈക്കനാലിലെ ടൗണിലെ ചർച്ചാണ്, ഇവിടുത്തെ ഗാർഡൻ്റെ ഫ്രണ്ടിലുള്ള. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ഫുൾ മഞ്ഞാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള മഞ്ഞാണ്. അപ്പോൾ ഇനി മന്നവന്നൂർക്കൊന്നും പോകുന്നൊന്നുമില്ല. ശരിക്കും ഇത് നമ്മുടെ തന്നെ നാടാണോ എന്നുള്ളൊരു സംശയത്തിലാണ് കേട്ടോ. അടിപൊളി വ്യൂ അല്ലേ, രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ. അടിപൊളി തണുപ്പാണ്. അയ്യ എന്നാ രസ. ഈ ഒരു വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടേ, കിടു. എനിക്കിതിൻ്റെ പേരൊന്നും അറിയത്തൊന്നുമില്ല എല്ലാത്തിൻ്റെയും. എന്താ അരളിയോ അല്ല, മറ്റൊരു സൈസ് പൂവാണ്. ഇത് കണ്ടോ നല്ല രീതിയിൽ മഞ്ഞ് കിടക്കുന്നത്. ഇത് ഇന്നലെ രാത്രിയിലൊക്കെ ഇവിടെ പെയ്ത മഴ, ആ ഒരു മഞ്ഞാണ് കേട്ടോ. ശരിക്കും മഴയല്ല, മഞ്ഞ് തുള്ളികളാണ് കിടന്നതല്ല. നല്ല തണുപ്പാണ്. ഇതുകൊണ്ട് ഇവിടെ എല്ലാം മഞ്ഞ് തുള്ളികൾ കിടപ്പുണ്ട്. അപ്പം മൂന്നാർ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റിയില്ലെങ്കിലും കൊടൈക്കനാലിലോട്ട് വന്നു കഴിഞ്ഞാൽ മഞ്ഞുതുള്ളികൾ കാണാൻ പറ്റും കേട്ടോ. പെയ്ത് കിടക്കുന്ന രാവിലത്തെ മഞ്ഞുതുള്ളികളാണ്. ഇവിടെ എല്ലാം മഞ്ഞ് പെയ്ത് കിടക്കുകയാണ്. ഇത് കണ്ടോ, ഈ ചെടിയിലെല്ലാം മഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. രാവിലെ നല്ല തണുപ്പായിരുന്നു കേട്ടോ, ഭയങ്കര തണുപ്പ്. അപ്പോൾ അതിൻ്റെ ആയിരിക്കും. ശരിക്കും നമ്മൾ പറയുന്നതെല്ലാം ചിലപ്പം ക്ലിയർ ആണോന്നൊന്നും ഇല്ല. ചിലപ്പം വായൊക്കെ കുഴഞ്ഞു പോയെന്നിരിക്കും. തണുപ്പ് കാരണം ഇങ്ങനെ ഞാനൊരു അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുവാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെൻഷനൊക്കെ അടിച്ചിരുന്ന, ആ ഭയങ്കര ചൂടൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ഒന്ന് കൊടൈക്കനാലിലൊക്കെ വന്ന്, നമുക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണല്ലോ മൂന്നാർ അല്ലെങ്കിൽ കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ കൊടൈക്കനാലിലോട്ട് നമ്മൾ നേരെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ആ റൈഡൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച്, ഇന്നലത്തെ ആ ഒരു കോടമഞ്ഞിനകത്തൂടെയൊക്കെയുള്ള ഒരു
അടിപൊളി റൈഡായിരുന്നു. എനിക്ക് മറക്കാനാവാൻ പറ്റാത്ത അത്രയും നല്ലൊരു റൈഡാണ്. നമുക്ക് മനസ്സിനൊക്കെ റിലാക്സ് കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇന്നലത്തെ ആ യാത്ര എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും മൈൻഡൊക്കെ നല്ല റിലാക്സൊക്കെ ആയി. ഇനിയിപ്പം നല്ല ഒരു നല്ല മൈൻഡോട് കൂടി, നല്ല കൂൾ എഫക്റ്റോട് കൂടിയുള്ള മൈൻഡോട് കൂടി തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമ്മൾ വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് കേട്ടോ, വലിയൊരു കാര്യമാണ്. നമ്മുടെ പോരായ്മകളും നമ്മളെ എന്തെങ്കിലും നല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാവും. അതേപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകൾ എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളൊരു ഓൾ കേരള ട്രിപ്പ് ഇനി ഓൾ ഇന്ത്യ വെക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ നമുക്ക് ഭാവിയിലോട്ട് വെക്കാം. ഇപ്പോൾ എന്തായാലും ഓൾ കേരളയൊക്കെ വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ കാണാൻ പറ്റും എല്ലാവരെയും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മുടെ പുതിയ ആൾക്കാരെ എല്ലാവരെയും കാണാൻ പറ്റും എന്നുള്ള ആഗ്രഹത്തോടു കൂടി എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മളിപ്പം കൊടൈക്കനാലിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് ഓടിയെത്താം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.